ഇത് കണ്ടോ, എന്റെ ഫോണിൽ 2 ക്ലോക്ക് കണ്ടോ, ഡിസ്പ്ലേയിൽ 2 ക്ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാം 2 സ്ഥലത്തുള്ള. ഞാൻ ഇപ്പൊ കുവൈത്തിലുള്ള, ഇപ്പൊ ഇതിൽ കുവൈത്തിലെ ടൈമുണ്ട്, നാട്ടിലെ ടൈമുണ്ട്. എങ്ങനെയാ നമ്മളെ ഫോണിൽ ഡബിൾ ക്ലോക്ക് സെറ്റ് ചെയ്യുക, 2 സ്ഥലത്തെ ക്ലോക്ക് എങ്ങനെയാ സെറ്റ് ചെയ്യുക? നമ്മൾ അതിന്റെ വീഡിയോ മുമ്പ് ചെയ്തിരിക്കുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കി വന്നിട്ട് കാണുന്നില്ല, ചിലപ്പോൾ വേറെ ദിവസമാണല്ലായിരിക്കും. ഏതായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാകില്ല. ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുക, അധികം ആൾക്കാർക്കും ഇതിനെ പറ്റി അറിയില്ല. അപ്പൊ എല്ലാ ഫോണിലും ഇത് സെറ്റ് ചെയ്യാം, ഓരോ ഫോണിലും ഓപ്ഷൻസ് വ്യത്യാസമുണ്ട്. 1-2 ഫോണിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. മിക്കവാറും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി. പിന്നെ ഒന്ന് നോക്കാം, നമ്മള് ഹോണറിന്റെ ഫോണാണ്. ഹോണറിന്റെ ഫോണിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇങ്ങനെ പിഞ്ച് ചെയ്യാം. പിഞ്ച് ചെയ്യുന്നതിന് ഇവിടെ കാർഡ് എന്നുള്ള ഓപ്ഷൻ വരും. സാധാരണ ഫോണിൽ വിഡ്ജറ്റ് എന്നാ വരുത്ത്, ഇത് ഈ ഹോണറിൽ കാർഡ്സാ വരിക. ഈ കാർഡ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴേക്ക് പോവുക. ഇവിടെ നമുക്ക് ക്ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ അനലോഗ് ക്ലോക്ക് ഉണ്ട്. അത് പോണ്ട, ഏറ്റവും താഴെ ക്ലാസിക് വിഡ്ജറ്റ് എന്ന് കാണും, അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറച്ച് താഴെ ഭാഗത്ത് ഈ ക്ലോക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്. ഇവിടെ ഡബിൾ ക്ലോക്ക് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്ന നേരം ഒന്നാമത്തെ ക്ലോക്കിൽ ഏത് ടൈമാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യുക. അതിൽ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യാന്ന് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് ഞാൻ ഇപ്പോൾ ചെന്നൈ സെർച്ച് ചെയ്യുക, ചെന്നൈ ഇന്ത്യ, അതവിടെ സെർച്ച് ചെയ്ത് രണ്ടാമത്തതിൽ കുവൈത്ത് സെർച്ച് ചെയ്യുക, കുവൈത്തും സെലക്ട് ചെയ്ത്. അപ്പോൾ 2 ടൈം അവിടെ വന്ന്. അപ്പോൾ ഹോണറിന്റെ ഫോണിൽ ഇങ്ങനെ ചെയ്യേണ്ടത്. ഹോണറിന്റെ ഫോണിൽ എനിക്ക് ഡിജിറ്റൽ ക്ലോക്ക് കിട്ടുന്നില്ല, അനലോഗ് ക്ലോക്കാണ് കിട്ടുന്നുള്ളൂ. എല്ലാ ഫോണിലും എല്ലാ ഓപ്ഷനും കിട്ടിയല്ലോ. ഇനിയിപ്പോൾ സാംസങ്ങിന്റെ ഫോണിലൊന്ന് കാണിച്ചു തരാം. ഇത് സാംസങ്ങിന്റെ ഫോണാണ്. ഇതിലെങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഞാൻ സെറ്റ് ചെയ്തിക്കല്ലോ, അതങ്ങ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, വിഡ്ജറ്റ് എടുക്കുക. വിഡ്ജറ്റ് എടുത്ത് താഴേക്ക് പോയാൽ ക്ലോക്ക് കാണും. ക്ലോക്ക്, ഈ ക്ലോക്ക് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെ ഭാഗത്തേക്ക് അവിടെ പോയാൽ ഡബിൾ ക്ലോക്ക്, ഇവിടെ ഡബിൾ ക്ലോക്ക് കണ്ടല്ലേ, ഈ ഡബിൾ ക്ലോക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടാക്കാം. കൊണ്ടാച്ചിട്ട് ഇതിന്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എത്ര വലുപ്പം വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതൊന്ന് ലോങ് പ്രസ് ചെയ്ത് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സിറ്റി, സെക്കൻഡ് സിറ്റി, ഏത് സ്ഥലത്തെ ടൈമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് പരിപാടി. ഇനിയിപ്പോ സംഗതി ഇങ്ങനെ നീങ്ങാണ്ടായി പോകുന്നില്ലേ, അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളെ ഫോണിന്റെ സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ഹോം സ്ക്രീൻ ലോങ് പ്രസ് ചെയ്താൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഹോം സ്ക്രീൻ ലേ ഔട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതങ്ങ് ഓഫ് ആക്കി കഴിഞ്ഞാൽ മതി. അത് ഓണിലായിരിക്കുന്നവരാണ്, ഹോം സ്ക്രീൻ ലേ ഔട്ട് ഓണിലായിരിക്കുന്നവരാണ് നമുക്ക് ഈ സംഗതികളൊന്നും നീങ്ങാണ്ടായി പോകുന്നത്. അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് നീക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനോ ഒക്കെ ആവും. സംഭവം തിരിഞ്ഞിക്കോ, തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. അപ്പൊ ഈ വീഡിയോ ഉപകാരമാവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ തൊട്ട് നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കോട്ടെ. ഓലിക്ക് ഉപകാരം ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിന്റെ ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യും. താങ്ക് യു സോ മച്ച്.